ദൈവസന്നിധിയിൽ ദൈവിക ആരാധനയ്ക്കായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും സാങ്കേതിക സംവിധാനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ ആരാധനയിൽ പങ്കുചേരുന്ന എല്ലാവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ. ആമേൻ. ദൈവമേ, നിന്റെ ഭവനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ച് അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ വന്നിരിക്കുന്നു. സ്വർഗസ്ഥനായ രാജാവേ, നിനക്ക് വിരോധമായി ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, നീ കരുണയുള്ളവനാകിയാൽ മുടിയനായ പുത്രനെ അവന്റെ പിതാവ് കൈക്കൊണ്ട് അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളെയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു മൂലം പ്രാർത്ഥിക്കുന്നത് ദയ തോന്നി കേൾക്കുമാറാകണമേ. ക്രിസ്തീയ കീർത്തനങ്ങളിൽ 29-ാമത്തെ കീർത്തനം, അതിൻ്റെ ആദ്യത്തെ 4 അവസാനത്തെയും ചരണങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് ആലപിക്കാം. ക്രിസ്തീയ കീർത്തനങ്ങൾ 29, ആദ്യത്തെ 4 അവസാനത്തെയും ചരണങ്ങൾ. സുന്ദര പരമണ്ഡല പരനേശുനാഥനെ വന്ദരുൾ സ്വാമിൻ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. ധരമണ്ഡലം പരമണ്ഡലം സൃഷ്ടി ചെയ്ത ദേവനെ വന്ദരുൾ സ്വാമിൻ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. നരദേവനെ ഗുരുനാഥനെ നരരക്ഷകർത്തനെ വന്ദരുൾ സ്വാമിൻ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. പശുക്കൂടതിൽ മുഴുകാടതിൽ നരനായ കർത്തനെ വന്ദരുൾ സ്വാമിൻ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. പരമാസനം കരുണാസനം വഴിനേൻ സഭയിതിൽ വന്ദരുൾ സ്വാമിൻ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. സ്തുതി മംഗളം ജയമംഗളം നിനക്കേ യഹോവയേ. ഞായറാഴ്ച കാലത്തെ നമസ്കാരം പുറം 1 നമുക്കെല്ലാവർക്കും ചേർന്ന് ദൈവസന്നിധിയിൽ അനുതാപത്തോടും സന്തോഷത്തോടും സ്തോത്രത്തോടും ഈ ആരാധനയിൽ പങ്കുചേരാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ
സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി. സ്വർലോകത്തിലിരുന്നരുളും ദേവാ ഞങ്ങളുടെ താതാ, നിൻ തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടണമേ. താതാ നിന്നോട് തിരുരാജ്യം വന്നിടണമേ. ഈ ഉലകിൽ തിരുഹിതമിതുപോൽ സുരലോകേ അതുപോലിവിടെയുമാകണമേ. വീണ്ടും യാവാന ഞങ്ങൾക്കെന്നേകണമേ നീ കർത്താവേ. അന്യരോടങ്ങൾ ക്ഷമിച്ചതുപോൽ അടിയാർ പാപമോചിക്കാം. പരീക്ഷയിലങ്ങണയാക്കരുതേ, ദുഷ്ടനിൽ നിന്നൊഴിവാക്കുക നീ. രാജ്യം ശക്തി മഹത്വങ്ങൾ എന്നും നിനക്കുള്ളവയാമിൻ. ഭാഗ്യം നൽകുന്നതും പ്രകാശം നിറഞ്ഞിരിക്കുന്നതുമായ രശ്മികളാൽ ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ നിന്നുള്ള നിന്റെ ഉന്നേൽപ്പിന്റെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തൃത്വത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളുടെ ആത്മാക്കളുടെ രക്ഷിതാവുമായി ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായേ, നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ആമീൻ. നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നമുക്ക് ഏറ്റുപറയാം. അനുതാപത്തിന്റെ സങ്കീർത്തനം, ദാവീദിന്റെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ഹൃദയപൂർവ്വം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതത്തോട് ചേർത്ത് ഏറ്റുപറയാമല്ലോ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണകളുടെ മികത്ത പ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്റെ അന്യായത്തിൽ നിന്നെ നന്നായി കഴുകി എന്റെ പാപങ്ങളിൽ നിന്നെ വെടിപ്പാക്കണമേ. എന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങളും എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുൻപാകെ ഞാൻ ചെയ്തു. നിന്റെ സോപ്പാ കൊണ്ട് എന്റെ മേൽ തളിക്കണമേ, ഞാൻ നിർമ്മലനാകും. അതിനാൽ എന്നെ നീ വിളിപ്പിക്കണമേ. ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയുള്ളവനാകും. എന്റെ പാപങ്ങളിൽ നിന്നും നിന്റെ മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെ മായ്ച്ചു കളയണമേ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സ്ഥിരമായുള്ള ഒരാത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ വിശുദ്ധ രൂഹായെ എടുക്കുകയും അരുതേ. നിന്റെ രക്ഷയുവാനന്ദവും എനിക്ക് തിരിച്ചു തരണമേ.
മഹത്വമുള്ള നിന്റെ റൂഹ എന്നെ താങ്ങുമാറാകണമേ. എന്റെ അധരങ്ങളെ തുറക്കണമേ. എന്റെ വായിലെ സ്തുതികൾ പാടും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. അനുതാപ പ്രാർത്ഥനകളിൽ നാലാമത്തേത് പുറം 9 നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാലാമത്തെ പ്രാർത്ഥന 9-ാമത്തെ പുറം. സർവശക്തനും നിത്യനുമായ പിതാവാം ദൈവമേ, അന്ധകാരത്തിലിരിക്കുന്നവർക്ക് പ്രകാശവും ബലഹീനർക്ക് ശക്തിയും പാപത്തിൽ വീഴുന്നവർക്ക് ഏകാശ്രയവും നീ മാത്രമാകുന്നു. ബഹുലവും നീചവുമായ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് നൽകിയ ഈ അവസരത്തിനായി നിനക്ക് സ്തുതി. അനുതാപ ഹൃദയത്തോടെ നിങ്ങളിലേക്ക് ചേർന്ന് വരുന്ന ഏവരെയും നീ സ്വീകരിക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ പ്രകാരുണ്യത്തെ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്നുള്ള ദൃഢവിശ്വാസത്തിൽ നിനക്ക് സ്തുതിയും സ്തോത്രവും കരയേറ്റുവാൻ മിശിഹാനിമിത്തം ഞങ്ങളെ അർഹരാക്കുകയും ചെയ്യണമേ. ആമീൻ. പാപികളോട് കരുണയുള്ളവനായ ദൈവമേ, നിന്റെ ന്യായവിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സ്യത്തിന്റെ ആധിക്യ നിമിത്തം ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ ഞെരുങ്ങിയിരിക്കുന്നവരാ ഞങ്ങൾ നിന്റെ വാതിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ യാതനകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയവർ തിരിഞ്ഞ് സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ അവർക്ക് നീ അനുഗ്രഹങ്ങൾ നൽകുന്നവനാകിയാൽ കരുണാപൂർണനായ യേശുമിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പീൻ, ഞാൻ ഉത്തരം പറയുമെന്നും മുട്ടുമീൻ, ഞാൻ തുറക്കുമെന്നും ചോദിപ്പീൻ, ഞാൻ തരുമെന്നും അരുളി ചെയ്തവന് സ്തുതി. മേലുള്ളവരുടെവനും താഴെയുള്ളവരുടെ സർവമായ കർത്താവേ, ഞങ്ങൾ ശുശ്രൂഷ കൈകൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. സ്തോത്ര വഴിപാടുകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് കർത്താവിന് ഏറ്റവും പ്രസാദകരമാകുന്നുവല്ലോ. നമുക്ക് നമ്മുടെ സ്തുതി സ്തോത്രങ്ങളെ കന്യകമറിയാമിന്റെ വാക്കുകളിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്തോത്ര പ്രാർത്ഥനയ്ക്കായിട്ട് പ്രതിവാക്യങ്ങളായിട്ട് നമുക്ക് ഒരുങ്ങാം. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. എന്തെന്നാലും തന്റെ ദാസിയുടെ താഴ്ചയെ കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. കണ്ടാലും ഇന്നു മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന വാഴ്ത്തും. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധവുമാകുന്നു. അവനെ ഭയപ്പെടുന്നവർക്ക് അവന്റെ കരുണ തലമുറകൾക്കും ഗോത്രങ്ങൾക്കും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളായവരെ ചിതറിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനം മറിച്ചിട്ട് താഴ്ന്നവരെ ഉയർത്തി. അവൻ വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. അവൻ തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിക്കുകയും കൊണ്ട് സന്തതിയോടുമായി നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത പ്രകാരം തന്റെ കരുണ ഓർക്കുകയും ചെയ്തു. പാലിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. സാരാംശത്തിലേകമായിരിക്കുന്ന ശക്തിയും പിതാവും പുത്രനും പരിശുദ്ധാരൂഹായും എന്ന മൂന്നാളത്വങ്ങളുള്ളവനുമായി സത്യേക ദൈവമായുള്ളവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. 113 117 മസ്മുറുകൾ 16 17 പുറത്തുള്ളതായ പ്രാർത്ഥനകൾ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പ്രകാശത്തിന്റെ സൃഷ്ടാവിനെ സ്തുതി. കർത്താവിന്റെ ദാസന്മാരെ സ്തുതി പാടുവിൻ. കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടിരിക്കട്ടെ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ തിരുനാമം വലിയതാകുന്നു. സകല ജാതികൾക്ക് മീതെയും അവന്റെ ബഹുമാനം ആകാശത്തിന് മീതെയും ഉയർന്നിരിക്കുന്നു. ഉന്നതങ്ങളിൽ വസിക്കുകയും അഗാധത്തിൽ നോക്കിക്കാണുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ആരുള്ളൂ. അവൻ എളിയവനെ ജനത്തിന്റെ പ്രഭുക്കന്മാരോടുകൂടി ഇരുത്തേണ്ടതിന് കൊപ്പയിൽ നിന്ന് അവനെ ഉയർത്തുന്നു. അവൻ ഭവനത്തിൽ വന്ധ്യായവളെ
മകളുടെ മാതാവായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. സകല ജാതികളുമേ അവനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പിൻ. എന്തുകൊണ്ടെന്നാൽ അവന്റെ കൃപ നമ്മുടെ മേൽ ശക്തിപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീക്കം കർത്താവാകുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ പിതാവിനും പുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതി. തൃത്വത്തിന് സ്തുതി, തൃത്വത്തിന് സ്തുതി. സ്തുതിക്കപ്പെട്ടതും സ്വയംഭൂവായതും ആദിയും അന്തവുമില്ലാത്തതുമായ തൃത്വത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. മാലാഖമാരുടെ സ്തുതി ഗീതമായിട്ട് നമുക്ക് ചൊല്ലാം. 1ഉം 2ഉം ചരണങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് മാലാഖമാരോട് ചേർന്ന് മനുഷ്യരെന്നുള്ള നിലയിലും പാടാം. പാപികളും ബലഹീനരുമാം അടിയാരീതാ മേൽപ്പെട്ടവരാം ദൂതരെ പോൽ സ്തുതി ചെയ്തിടുന്നു. എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ എല്ലാ നാളും സ്തുതി നിനക്കുണ്ടാകാം. ഭൂവിൽ സമാധാനമിടക്കം മാർഗ്ഗർക്കെല്ലാം പ്രത്യാശയുമുണ്ടായി വരട്ടെ എന്നേക്കും ദൈവമേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. സർവേശ്വരനാമുടയോനെ മഹത്വ ദൈവമേ. പാപികളാമടിയാർ നിന്നെ സ്തുതി ചെയ്തിടുന്നു. വാഴ്ത്തിടുന്നു, വന്ദനം ചെയ്യുന്നു. സ്തുതിയുടെ ശബ്ദം പാടിയേറ്റുന്നു. സ്വർലോകത്തിൻ അധിപതിയെ അപ്പാ സൃഷ്ടാവേ, നിൻ തിരുനാമത്തിനു സ്തോത്രം എന്നേക്കും ദൈവമേ. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയുള്ള കർത്താവേ, എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുസ്സും നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യതമുള്ളതുമായ നിന്റെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമം സ്തുതിക്കപ്പെട്ടതും നന്നേകം സ്തുതികളാൽ പ്രബലപ്പെട്ടതും ആകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, ഏകപുത്രനോടും ജീവനുള്ള വിശുദ്ധ റൂഹായോടും കൂടെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചർച്ചയാകുന്നു. സർവകാലവും പുകഴ്ച നിനക്ക് ന്യായവുമാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. കർത്താവേ, ഞങ്ങൾ പാപികളാകുന്നു, ഞങ്ങളെ ഏറ്റുപറയുന്നു, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ നിന്റെ സ്ഥലത്ത് നിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. എല്ലാവർക്കും ശാന്തമായിട്ട് അതാതിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവവചനത്തിന്റെ കേൾവിക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. പഴയ പുതിയ നിയമ പാഠങ്ങൾ ഇപ്പോൾ വായിക്കുന്നത്.
ഒന്നാം പാഠഭാഗമായി യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. യെഹെസ്കേൽ പ്രവചനം 37-15 മുതൽ 22 വരെ. യഹോവയുടെ അരുളിപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ ഒരു കോലെടുത്ത് അതിന്മേൽ യഹൂദയ്ക്കും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ മക്കൾക്കും എന്ന് എഴുതി വെക്കാം. പിന്നെ മറ്റൊരു കോലെടുത്ത് അതിന്മേൽ എഫ്രൈമിന്റെ കോലായ യോസെഫിനും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗൃഹത്തിനൊക്കെയും എന്ന് എഴുതി വെക്കാം. പിന്നെ നീ അവയെ ഒരു കോലായി ഒന്നോട് ഒന്ന് ചേർക്കുക, അവ നിന്റെ കയ്യിൽ ഒന്നായിത്തീരും. ഇതിന്റെ താല്പര്യം എന്തെന്ന് നീ ഞങ്ങളെ അറിയിക്കില്ലയോ എന്ന് നിന്റെ സ്വജാതിക്കാർ നിന്നോട് ചോദിക്കുമ്പോൾ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ എഫ്രൈമിന്റെ കയ്യിലുള്ള യോസേഫിൻ കോലിനെയും അവനോട് ചേർന്നിരിക്കുന്ന ഇസ്രായേൽ ഗ്രഹങ്ങളെയും എടുത്ത് അവനെ അവനോട് യഹൂദയുടെ കോലിനോട് തന്നെ ചേർത്ത് ഒരു കോലാക്കും. അവർ എൻ്റെ കയ്യിൽ ഒന്നായിരിക്കും. നീ എഴുതിയ കോലുകൾ അവർ കാണുകെ നിന്റെ കയ്യിൽ ഇരിക്കണം. പിന്നെ നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്നിരിക്കുന്ന ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി 4 പുറത്തു നിന്നും സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ദേശത്ത് ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും. ഒരേ രാജാവ് അവർക്കെല്ലാവർക്കും രാജാവായിരിക്കും. അവർ ഇനി 2 ജാതിയായിരിക്കുകയില്ല, 2 രാജ്യമായി പിരിയുകയുമില്ല. ഇപ്രകാരം ഒന്നാം പാഠം അവസാനിച്ചു. ഹാലൽ ഗീതങ്ങളിൽ 285-ാമത്തെ ഗീതം. കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി അരികിൽ പൊൻ യേശുവുണ്ട്. നമുക്ക് ചേർന്ന് പാടാം. കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുവുണ്ട്. വിശ്വാസ പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടിനിയും ഒഴുക്കുകൾക്കെതിരെ നീ തുഴഞ്ഞിടുമ്പോൾ, കരം കുഴഞ്ഞേറ്റവും വലഞ്ഞിടുമ്പോൾ, ഒഴുക്കുകൾക്കെതിരെ നീ തുഴഞ്ഞിടുമ്പോൾ, കരം കുഴഞ്ഞേറ്റവും വലഞ്ഞിടുമ്പോൾ, ഉണ്മയിൽ വഴി നടത്താൻ ഉയർത്തുന്നോരുടയോനില്ലേ, അവൻ നല്ല ഇടയനതാൽ. കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുവുണ്ട്. വിശ്വാസ പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടിനിയും വൈരികൾ നിൻഗതി അടച്ചിടുമ്പോൾ, വൈഷമ്യവേളകൾ പെരുകിടുമ്പോൾ, വൈരികൾ നിൻഗതി അടച്ചിടുമ്പോൾ, വൈഷമ്യവേളകൾ പെരുകിടുമ്പോൾ, പുതുവഴി തുറന്നു തരും, പുതുബലം പകർന്നു തരും. അവൻ നിന്നെ അറിയുകയാൽ. കലങ്ങേണ്ട മനമേ, കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുവുണ്ട്. വിശ്വാസ പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടിനിയും രോഗങ്ങളാൽ മേനി ക്ഷയിച്ചിടുമ്പോൾ, ശോകങ്ങളാൽ മനം തകർന്നിടുമ്പോൾ,
കരുതുവാൻ നിനക്കായി അരികിൽ പൊന്നേശുവുണ്ട്. വിശ്വാസ പടകിൽ ഓളങ്ങളേറുമ്പോൾ ആകുലം വേണ്ടിനിയും. രണ്ടാമത്തെ പാഠം ഇപ്പോൾ വായിക്കുന്നു. രണ്ടാം പാഠഭാഗമായി വായിക്കേണ്ട വേദഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 1 യോഹന്നാൻ 3:1 മുതൽ 12 വരെ. കാൺമീന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. അധർമ്മം തന്നെ. പാവങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാവമില്ല. അവനിൽ വസിക്കുന്നവനാരും പാവം ചെയ്യുന്നില്ല. പാവം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. കുഞ്ഞുങ്ങളെ, ആരും നിങ്ങളെ തെറ്റിക്കരുത്. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയുമില്ല. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവനല്ല. നിങ്ങൾ ആദ്യം മുതൽ കേട്ട ദൂത് നാം അന്യോന്യെ സ്നേഹിക്കണമെന്നല്ലോ ആകുന്നു. കയ്യൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല. അവനെ കൊല്ലുവാൻ സംഗതി എന്ത്? തൻ്റെ പ്രവൃത്തി ദോഷവും സഹോദരൻ്റേത് നീതിയുമുള്ളതാകൊണ്ട് അത്രേ. ഇങ്ങനെ 1-2 പാടുവാൻ അവസാനിച്ചു. പരസ്യ ശുശ്രൂഷയുടെ തുടർച്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള അപേക്ഷകളിൽ 4-ാമത്തേത് 25-ാമത്തെ പാഠം. ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിപ്പാനായി ഒരുമനപ്പെട്ട് കാത്തിരുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിന് ചിന്തിക്കൊടുത്ത പരിശുദ്ധാത്മവരത്തിന് ഞങ്ങളെ അർഹരാക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്റെ കൃപാവരങ്ങളെ പ്രാപിക്കുന്നുവെങ്കിലും അവയെ നഷ്ടപ്പെടുത്തി കളയുന്ന പാപസ്വഭാവമുള്ളവരാകുന്നുവെന്ന് ഏറ്റുപറഞ്ഞ് കൊള്ളുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങളിൽ പുതുക്കണമേ. കർത്താവേ, ഞങ്ങളെ സ്നേഹമുള്ളവരാക്കണമേ. ഞങ്ങൾ തന്നെ സന്തോഷമുള്ളവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരുമായി തീരണമേ. ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കണമേ. ദീർഘക്ഷമയും ദയയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നിന്നോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തയുള്ളവരായിരിക്കണമേ. പരോപകാരതൽപരത ഞങ്ങൾ വളർന്നു വരയണമേ. സൗമതിയാകുന്ന അക്ഷയഭൂഷണത്താൽ ഞങ്ങളെ അലങ്കരിക്കണമേ. ഇന്ദ്രിയജയം ഞങ്ങൾക്ക് നൽകണമേ. ഇങ്ങനെ ഞങ്ങൾ ആത്മാവിന്റെ ഫലങ്ങളെ പുറപ്പെടുവിക്കുകയും സകല കാര്യങ്ങളിലും വിവേകമുള്ളവരായ സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുവാൻ കൃപയരുളുമാറാകണമേ. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ സമയത്തോളം ഞങ്ങളെ ക്ഷേമത്തോടെ കൊണ്ടുവന്നിരിക്കുന്നതിനായി നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നിന്റെ കരുണയാൽ ഇന്നേ ദിവസം പാപവും ആപത്തും കൂടാതെ ഞങ്ങളെ കാത്ത് നീതിയിൽ ഞങ്ങളെ പാലിച്ചു കൊള്ളണമേ. കർത്താവേ, ഞങ്ങളുടെ ശരണം നിന്നിൽ മാത്രമാകിയാൽ നിന്റെ പ്രീതിവാത്സല്യവും ആർദ്രകരണയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. നീ കൃപയുള്ള കർത്താവാകിയാൽ നിന്റെ പ്രമാണങ്ങളുടെ വഴി ഞങ്ങളെ പഠിപ്പിച്ച് അതിൽ ഞങ്ങളെ നടത്തണമേ. പരിശുദ്ധനായ കർത്താവേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ഇന്നേ ദിവസം ഞങ്ങൾക്ക് ആവശ്യമുള്ള സകല നന്മകളും ഞങ്ങളുടെ മേൽ വർഷിക്കുകയും ചെയ്യണമേ. സ്തുതിയും ബഹുമാനവും ആധിപത്യവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. നാലാം ഞായറാഴ്ചയിലെ ശുശ്രൂഷ 43-ാമത്തെ പാഠം. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളും യാചിക്കണം. അനുഗ്രഹിക്കുന്നതായ കർത്താവേ, ഞങ്ങളെ സഹായിക്കണമേ. സ്തുതി
സ്തുതിയും സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല മഹിമയും നേരമെല്ലായ്പ്പോഴും നിരന്തരം കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. തേജോമയമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് തന്നെ ധിക്കരിച്ചവനെ ഓടിച്ചു കളയുകയും തന്റെ സമാധാനത്താൽ ശിഷ്യന്മാരെ സന്തോഷിപ്പിക്കുകയും തന്റെ മുഖദർശനത്താൽ സ്ലീഹന്മാരെ സ്ഥിരപ്പെടുത്തുകയും സർവ സൃഷ്ടിയുടെയും സ്വന്തോപദേശത്തെ വിതയ്ക്കുകയും ചെയ്ത ശക്തിമാനായ മശീഹാ തമ്പുരാന് പ്രാർത്ഥനാ ശുശ്രൂഷയുടെ നേരത്തും നമ്മുടെ ആയുസ്സിന്റെ എല്ലാ ദിവസങ്ങളിലും സ്തുതിയും ബഹുമാനവും വന്ദനവും യോഗ്യമായിരിക്കുന്നതായത് എപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മഹത്വമുള്ള വചനമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, നിന്റെ കൃപയാൽ ഞങ്ങളെ ദൈവസ്വഭാവത്തിനംശങ്ങളായി തീർപ്പാൻ നിന്റെ സ്നേഹം കൊണ്ട് നീ മനുഷ്യനായി തീർന്നു. സൃഷ്ടാവേ, സ്വമനസാധാരണ അവസ്ഥയിലേക്ക് നീ ഇറങ്ങി വന്നിട്ടും സൃഷ്ടാവെന്ന നിന്റെ സ്തുതിക്ക് കുറവ് വരികയോ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യപുത്രനായിട്ടും നിന്റെ ദൈവത്വത്തിന് വ്യത്യാസം വരികയോ ചെയ്തിട്ടില്ല. ഞങ്ങളെ പ്രതി ഞങ്ങളുടെ സ്വാദൃശ്യം ധരിച്ചിട്ടും നിന്റെ ഉന്നതിയുടെ അധികാരത്തിന് നാശം വരികയോ മരിച്ചവനായി തീർന്നിട്ടും നിത്യമായ നിന്റെ ഇരിപ്പിന് ഭേദം വരികയോ ചെയ്തില്ല. പീഡാനുഭവമില്ലാത്തവനായ ഞങ്ങളും തമ്പുരാനെ, നിന്റെ പീഡാനുഭവം കൊണ്ട് നീ ദുഷ്ടനെ മറിച്ചിടുകയും നിന്റെ മരണം കൊണ്ട് മരണത്തെ ജയിക്കുകയും നിന്റെ പുനരുദ്ധാനം കൊണ്ട് ജീവനെ നീ വെളിപ്പെടുത്തുകയും ചെയ്തു. കർത്താവേ, ഇത് നിമിത്തമായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ വെറുന്നേൽപ്പ് കൊണ്ട് സാധിച്ചിട്ടുള്ള വിസ്മയകാര്യങ്ങൾ നോക്കിക്കാണുവാൻ ഞങ്ങളുടെ ബോധങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എല്ലായ്പ്പോഴും നിന്നോട് കൃതജ്ഞതയുള്ള ഹൃദയവും സർവനാഴികയും സ്വോത്രയാഗങ്ങൾ അർപ്പിക്കുന്ന മനസ്ഥിതിയും ഞങ്ങൾക്ക് തരണമേ. നിന്നെ കുറിച്ചുള്ള ജ്ഞാനമാകുന്ന പ്രകാശത്തിന്റെ ലക്ഷ്മികൾ നിന്നിൽ നിന്ന് പ്രാപിപ്പാനും മഹത്വമുള്ള നിന്റെ വാതിലുകൾ കൂടി നിന്റെ വിശുദ്ധ മണ്ഡപങ്ങളിലേക്ക് പ്രവേശിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നല്ലവനും മനുഷ്യസ്നേഹമുള്ളവനും നീയാകിയാൽ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു, ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ആമീൻ. പരമയാഗത്താൽ പാപമരണത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഞങ്ങളെ വീണ്ടെടുത്തവനും രക്ഷാകരമായ സുവിശേഷത്തിന്റെ പ്രകാശത്തെ ഞങ്ങളിൽ വീശിയവനുമായ കർത്താവേ, സുവിശേഷ പ്രകാശത്താൽ ഞങ്ങളുടെ ബോധത്തിന്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്നെ അറിയാത്ത ജനതകളോട് ഈ സുവാർത്ത ദൂത് അറിയിപ്പാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ റൂഹായുടെ നൽവരം ഞങ്ങൾക്കും അവർക്കും നൽകണമേ. നിന്നിൽ വിശ്വസിക്കുകയും ആത്മീയമായും ലൗകികമായുള്ള എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളും അവരും അനുഭവിച്ചുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുവാൻ കൃപ നൽകണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് ഞങ്ങളെ സ്വതന്ത്രരാക്കിയ ദൈവപുത്രനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആദ്യ ദിവസമായ ഞായറാഴ്ച ആദ്യജാതനായവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. വലിയ ദിവസമായ ഞായറാഴ്ച ജീവന്റെ നാഥനായവൻ കബറിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. നാശത്തിന്റെ വാതിൽ തകർക്കുകയും കബറടക്കിയിരിക്കുന്നവർക്ക് അതിന്റെ പ്രകാശം ഉദിപ്പിക്കുകയും ചെയ്തു. കർത്താവേ, നിന്റെ പെരുന്നാളിൽ തിരുരക്തം കൊണ്ട് രക്ഷിക്കപ്പെട്ട സഭയിൽ നിന്ന് നിനക്ക് സ്തുതി. പെരുന്നാളുകളുടെ നാഥനായുള്ളവേ, നിന്റെ പെരുന്നാളിനെ ബഹുമാനിക്കുന്നവരിൽ നിന്ന് നിനക്ക് സ്തുതി. നിനക്കും നിന്നെ പിതാവിനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. പ്രാർത്ഥനകൾ കേൾക്കുന്നവനും യാചനകൾ നൽകുന്നവനുമായുള്ളവേ, ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളോട് നിരന്ന് നിന്റെ കരുണയാൽ ഞങ്ങളുടെ യാചനകൾ നൽകുമാറാകണമേ. 33-ാം പുറത്തുള്ളതായ ഗീതം. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ തിരുനാമം എന്നേക്കും അത് വാഴ്വുള്ളതാകുന്നു. ഉന്നതത്തിൽ നിന്നു കർത്താവിൻ ബഹുമാനം എന്നേക്കും അത് വാഴ്വുള്ളതാകുന്നു. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, അനുഗ്രഹം ഞങ്ങളിൽ നീ ചൊരിയണമെപ്പോഴും. പരിശുദ്ധൻ മഹിമാവാൻ ത്രിയേക ദൈവമേ, ദയയാ
അനുഗ്രഹം നീ ചൊരിഞ്ഞിടണമേ. എന്നേക്കും നീ പരിശുദ്ധൻ 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 കർത്താവേ മഹിമാവാൻ നിത്യം എന്നും നീ സ്തുത്യൻ പരിശുദ്ധൻ നാഥ തിരുനാമമെന്നേക്കും വാഴുള്ളതാകുന്നു എൻ കർത്താവേ സ്തുതിതേ സ്തുതിയൻ കർത്താവേ നിത്യ ശരണവുമേ സ്തുതിതേ ബാറയ്ക്കുമോ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കപ്പെടണമേ. ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരണമേ ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദുഷ്ടനാക്കണമേ. രാജ്യശക്തിയും മഹത്വവും നിനക്കുള്ളതാകുന്നു. ആമേൻ. രണ്ടാം ഭാഗം ശുശ്രൂഷ പുറം 51. ഗാഗുൽത്തായുടെ ഉയരത്തിൽ യാഗമായി അർപ്പിക്കപ്പെടുകയും അതിനാൽ സർവ്വലോകത്തിന്റെയും പാപങ്ങൾ പരിഹരിക്കുകയും ചെയ്ത കർത്താവേ, ഈ സമയത്ത് നിന്റെ ധാരാളമായ അനുഗ്രഹങ്ങൾക്കായി നോക്കി പാർക്കുന്നു. നിന്റെ അടിയാറായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കൈക്കൊണ്ട ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിക്കണമേ. സ്നേഹവും സമാധാനവും ഐകമത്യവും ഞങ്ങളുടെ ഇടയിൽ വാഴുമാറാകണമേ. കർത്താവേ, നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൽ മഹത്വമുള്ള ഉയർത്തെഴുന്നേൽപ്പിനും നിന്റെ വലതുഭാഗത്തുള്ള നിലയ്ക്കും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയും ചെയ്യണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ദൈവമേ, നീ എന്റെ ദൈവമാകുന്നു. നിനക്കായി ഞാൻ നോക്കി പാർക്കും. ദാഹിച്ചു പറഞ്ഞു വെള്ളത്തിനായി കാക്ഷിക്കുന്ന ഭൂമി പോലെ എന്റെ ആത്മാവ് നിന്നെ കുറിച്ച് ദാഹിച്ചിരിക്കുന്നു. എന്റെ ദേഹവും നിനക്കായി കാത്തിരിക്കുന്നു. നിന്റെ ബലവും ബഹുമാനവും കാണുവാൻ ഇപ്രകാരം സത്യത്തോടെ നിന്നെ ഞാൻ നോക്കി. എന്നാൽ നിന്റെ കരുണ ജീവനേക്കാൾ നല്ലതാകുന്നു. നിന്റെ അധരങ്ങൾ നിന്നെ സ്തുതിക്കും. ഇപ്രകാരം ഞാൻ എന്റെ ആയുഷ്കാലം മുഴുവൻ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകൾ ഉയർത്തുകയും ചെയ്യും. എന്റെ ആത്മാവും മജ്ജയും മേധസ്സും കൊണ്ടതുപോലെ പുഷ്ടിയുള്ളതായി എന്റെ വായുസ്തുതിയുള്ള അധരങ്ങൾ കൊണ്ട് നിന്നെ കീർത്തിക്കും. എന്നെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും എന്റെ ആദരതോറും നിന്നെ ധ്യാനിക്കുകയും ചെയ്തു. എന്തെന്നാൽ നീ എനിക്ക് സഹായകനായി തീർന്നു. നിന്റെ ചിറകളുടെ കീഴിൽ ഞാൻ മറയ്ക്കപ്പെടും. ആത്മാവ് നിന്നെ പിന്തുടർന്നു. നിന്റെ വലങ്കൈ എന്നെ താങ്ങുകയും ചെയ്തു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. പാലിക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവേ, അഗ്നിമയന്മാരും ആത്മവേന്മാരുമായ കൂട്ടങ്ങൾ ഉന്നതങ്ങളിൽ നിന്നെ സ്തുതിക്കുന്നു. അവരോടുകൂടെ ഞങ്ങളും ആർത്തി ചൊല്ലുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, നിന്റെ താഴ്മയെ ഞങ്ങൾ കൊണ്ടാടുന്നു. നിന്റെ ദൈവത്വത്തെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെയും ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, വിശ്വാസമുള്ള സഭയുടെ സന്താനങ്ങളായ ഞങ്ങളെ നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ സന്തോഷിപ്പിച്ചത് കൊണ്ട് ഭൂമിയിൽ നിനക്ക് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. കർത്താവേ, നീ എഴുന്നള്ളി വഴിതെറ്റിൽ നിന്ന് സഭയെ രക്ഷിച്ചത് കൊണ്ട് സഭയും അതിന്റെ സകല സന്താനങ്ങളും നിന്നെ സ്തുതിച്ച് നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ വന്ദിക്കുന്നു. മിശിഹായേ, നീ എഴുന്നള്ളുമ്പോൾ ഞങ്ങളെയും ഓർത്തുകൊള്ളണമേ. വിശുദ്ധ ഏവൻഗേലിയോന്റെ കേൾവിക്കായിട്ട് അതാത് ഇടങ്ങളിൽ നമുക്ക് ഒരുക്കത്തോടെ ആയിരിക്കാം. കർത്താവിന്റെ വചനം നാം ആയിരിക്കുന്ന ഇടത്തെ തേടി വരുന്നു എന്നുള്ള ബോധ്യത്തോടുകൂടെ ഈ വാക്കുകളെ നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്നാൽ ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്ന് ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും
ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ. പിതാവേ, നീ ലോകസ്ഥാപനത്തിനു മുൻപേ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് അവരും എന്നോടുകൂടെ ഇരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവോടെ ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകമായ പ്രാർത്ഥനകൾക്ക് വേണ്ടി വീണ്ടും അല്പസമയം നമുക്ക് വേർതിരിക്കാം. ദേശത്തിനു വേണ്ടി ഇടിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ദൈവജനത്തെക്കുറിച്ച്, വിശ്വാസ സമൂഹത്തെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ആ വലിയ നിയോഗം, അതിൻ്റെ ഭാരം ചുമലിലേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നിന്ന് ദേശത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യാം. ദേശത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നതായ രോഗ അവസ്ഥയിൽ നിന്നും കർത്താവെ കനിവ് തോന്നി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാതാളത്തിൻ്റെ നടുവിൽ കിടന്ന് അയ്യം വിളിക്കുന്ന യോനായെ പോലെ മരണത്തിൻ്റെ ദൃശ്യം മുഖാമുഖം കണ്ടുകൊണ്ട് നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ ജാഗരിക്കാം. കർത്താവേ, ഈ വലിയ മാരിയോട് എതിർത്തു നിൽപ്പാനുള്ള ശേഷി ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ ധൈര്യം അനുനിമിഷം ചോർന്നു പോകുവാൻ സഹായിക്കുന്ന വാർത്തകൾ ഞങ്ങളുടെ ചുറ്റിനും പെരുകുന്നു. മരണവൃത്താന്തങ്ങൾ അധികമായി കേൾക്കുന്നു. ദേശത്ത് ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത, ഞങ്ങളുടെ തൊട്ട് മുൻ തലമുറകൾ കണ്ടിട്ടില്ലാത്ത ദുരനുഭവങ്ങൾ, അതിൻ്റെ പേമാരി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളിൽ തന്നെ ഞങ്ങൾക്ക് ധൈര്യമില്ലേ? നീ ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തിൻ്റെ പരിഹാരത്തിനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ഗവൺമെൻറ് തലത്തിൽ ഇതിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ആലോചനകൾ കൊടുത്തും മുൻകൈയെടുത്തും മുന്നിൽ നിന്നും സഹായിക്കുന്ന എല്ലാ ബ്യൂറോക്രാറ്റ്സിനെയും രാഷ്ട്രീയ നേതാക്കളെയും ദൈവകരുണയിലേക്ക് പരമേൽപ്പിക്കാം. ദൈവിക പരിജ്ഞാനം പകർന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. മുൻനിര പോരാളികളായ ആരോഗ്യ പ്രവർത്തകർ, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. ദേശത്തിൻ്റെ വിഭവങ്ങളെല്ലാം ഈ രോഗത്തെ നേരിടുവാനുള്ള യത്നത്തിൽ ചെലവിട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ദേശം അധികം ദാരിദ്ര്യത്തിലേക്ക് പോകുവാൻ ഇടയാകാതെ വണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനായിട്ടുള്ള പണം, നമ്മളുടെ യുവാക്കൾക്ക് ജോലികൾ കരസ്ഥമാക്കുവാനായിട്ടുള്ള പണം, നമുക്ക് നിത്യനിന്ദാനത്തിന് ജീവിപ്പാൻ ആവശ്യമായ വകകൾ കൊള്ളുവാനുള്ള പണം ഇന്ന് ഒരു രോഗത്തിൻ്റെ പ്രതിരോധത്തിനായിട്ട് ചെലവഴിക്കേണ്ടി വരുമ്പോൾ അതിൻ്റെ പരിണിത ഫലങ്ങൾ അടുത്ത തലമുറകളെ പോലും ബാധിക്കുന്ന വിഷയമാകുന്നു. ഗൗരവത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ചേർന്നിരുന്ന് കർത്താവ് പരിഹാരം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവജനം ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ അനുതപിച്ച് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് വീണ്ടും യാചിക്കാം. സഭയെ നമുക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് സഭ ഐക്യത്തിനായിട്ട് പ്രധാന വിഷയമായി ചിന്തയിലും പ്രാർത്ഥനയിലും ധ്യാനത്തിലും വേർതിരിച്ചിരിക്കുന്ന ഒരു ദിവസം. ലോകമെങ്ങുമുള്ള തിരുസഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹത്തിലും യോജിപ്പിലും കഴിയുന്ന ക്രിസ്തീയ സമൂഹങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർക്കാം. ഭിന്നതയിൽ നിന്ന്, ഇത്തരത്തിലുള്ള ദുരവസ്ഥകളിൽ നിന്നും സഭകളെ രക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭകളുടെ യോജിപ്പിന്, സഹകരണത്തിനായി നടക്കുന്ന എല്ലാ ആലോചനകളെയും നയിച്ച് സഫലമാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഭാ മേലധികാരികളിലും ജനങ്ങളിലും
ഒരുമിച്ച് നിൽക്കുവാനായിട്ട്, കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറ് ഐക്യതയോടെ നിൽപ്പാനായിട്ട് താല്പര്യവും ഉത്സാഹവും വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയെ പ്രത്യേകമായിട്ട് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കൈതക്കുഴി പ്രദേശത്ത് പല കുടുംബങ്ങളായി നാം ആയിരിക്കുന്നു. ഈ നാളുകളിൽ നമ്മുടെ ഭവനങ്ങളൊക്കെ ദേവാലയങ്ങളായി രൂപപ്പെട്ടുകൊണ്ടും ആരാധനയുടെ ശബ്ദമുയരുന്ന ഇടങ്ങളായും പരുവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എന്നാൽ ഇപ്പോഴും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുവാൻ മനസ്സ് കാണിക്കാതെ ഇരിക്കുന്ന കുടുംബങ്ങളെ പ്രത്യേകം ഓർക്കാം. വിവേകവും പരിജ്ഞാനവും നൽകി എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ സഹായം അന്വേഷിപ്പാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടയിലെ പ്രായാധിക്യത്തിലുള്ളവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കൊച്ചു കുഞ്ഞുങ്ങളെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ രോഗബാധിതരായിരിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൗഖ്യം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് അപേക്ഷിക്കാം. മനസ്സിലും ശരീരത്തിലും ഉത്സാഹം കെട്ടുപോകാതെ സൂക്ഷിപ്പാൻ്റെ കോണം അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ചെയ്യുന്ന ചികിത്സകൾ അത് ശരീരത്തിന് പ്രയോജനം ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു രോഗങ്ങൾ ബാധിച്ച് ആശുപത്രിയിലായിരിക്കുന്ന, ഭവനങ്ങളിലായിരിക്കുന്ന അബാലവൃദ്ധം എല്ലാവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകമായി നമ്മളുടെ അറിവിലും പരിചയത്തിലുമുള്ള രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും ദൈവസന്നിധിയിൽ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ദൈവസന്നിധിയിൽ അവയുടെ അനുഗ്രഹത്തിനായി നോക്കി പാർക്കുകയും ചെയ്യുന്നവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. മുൻപോട്ടുള്ള വഴികളെക്കുറിച്ച് ആശങ്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കടഭാരത്തിലായിരിക്കുന്നവർ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ളവരെ ഓർക്കാം. വരുമാനങ്ങൾ നിലച്ചിരിക്കുന്നവരെ ഓർക്കാം. ജോലി സാധ്യതകൾ മങ്ങിപ്പോയിരിക്കുന്നവരെ ഓർക്കാം. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആഗ്രഹിച്ചതുപോലെ നടക്കാത്തതിനാൽ ഭാരത്തിലിരിക്കുന്നവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എന്നാൽ അതോടൊപ്പം നമ്മെ തന്നെ നമുക്ക് ധൈര്യപ്പെടുത്താം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കായി ജീവിക്കുന്നു. ആ ജീവനുള്ള ദൈവത്തിൻ്റെ മുൻപാകെയാകുന്നു നാം ചേർന്ന് വന്നിരിക്കുന്നതിനുള്ള ബോധ്യം നമ്മെ ധൈര്യപ്പെടുത്തട്ടെ. ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് മനോഭാരത്തിലായിരിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങളും ഈ സമയത്ത് ദൈവസന്നിധിയിൽ ഉയർത്തി കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് യാചിക്കാം. നമ്മുടെ സഭയ്ക്കായും അഭിവന്യ വലിയ മെത്രാപ്പൊലിത്തായ്ക്കായും പ്രത്യേകിച്ച് നമ്മുടെ മെത്രാപ്പൊലിത്ത തിരുമേനിക്കായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സൗഖ്യം നിന്റെ ദാസരോടുകൂടെ ഇരിക്കണമേ എന്ന്, ആരോഗ്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ്റെ കോണം കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമാറാകണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമേ, നിന്മാരുടെയും സ്നേഹന്മാരുടെയും വിശ്വാസത്തിന്റെ പാറമേൽ ഞങ്ങളുടെ സ്ഥാനത്തെ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയുടെ കോൺകല്ല ഞങ്ങളുടെ രക്ഷിതാവ യേശു മിശിഹാകുന്ന ശോധന ചെയ്യപ്പെട്ട കല്ലിന്മേൽ ഞങ്ങളെ പണി ചെയ്യണമേ. ദൈവമേ, ഞങ്ങളുടെ മേൽ പട്ടക്കാരുടെ മേലും പട്ടക്കാരുടെ മേലും സിംഹാസന്മാരുടെ മേലും അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ ജനങ്ങളിൽ മേലും നിന്റെ കരുണകൾ നീ ചിന്തുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ മിശിഹായുടെ മഹത്വത്തിനായി സത്യോപദേശം അവർ നിലനിർത്തുവാൻ നിന്റെ ജീവന്റെ പഞ്ഞവരുടെ മേൽ തളിക്കുമാറാകണമേ. സഹായിക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു.
ജ്ഞാനവും വിവേകവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നടത്തണമേ. നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകനും പ്രകാശവും സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയാടാത്തവനും തത്വത്തിലുള്ളവനും സകല സൃഷ്ടിക്കും മഹാന്തരമായവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സർവ്വത്തിലിറങ്ങി വിശുദ്ധരായ മനുഷ്യനായി ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിലേക്കേറി അവസാനമുള്ളവനും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ വിളിപ്പാൻ മഹാത്മാവായ യേശുമിശിഹായ കർത്താവിനെ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും സംസാരിച്ചവനുമായ ജീവനും ആമോദനത്തിനുള്ള മാമോദിസ മാത്രങ്ങളെ പറഞ്ഞ് മനുഷ്യരുടെ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ആമേൻ. എല്ലാവർക്കും വീണ്ടും ശാന്തമായിട്ട് ഇരിക്കാം. ഈ ദിനം പലതുകൊണ്ട് വ്യക്തിപരമായും നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിവസമാകുന്നു. നമ്മളുടെ ഇടവാംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട നിജോ എ വർഗീസ് അച്ഛൻ ഇന്ന് നമ്മോടൊപ്പം ഈ ആരാധനയിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ വസ്തുതയാകുന്നു. അച്ഛൻ്റെ സാന്നിധ്യം ഈ ഇടവക ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ അച്ഛൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ ജീവിതത്തിലെ വളരെ സുപ്രധാനമായ ഒരു അനുഭവത്തിലേക്ക് നാളെ പ്രവേശിക്കുവാൻ ഒരുങ്ങുകയാണല്ലോ. ഇടവകയായിട്ട് നമുക്ക് ഒരുമിച്ച് അച്ഛൻ്റെ അനുഗ്രഹത്തിനായി, അവരുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനായി, അച്ഛനോടൊപ്പം ചേരുന്ന മകളുടെ നന്മയ്ക്കായി, അവരുടെ കുടുംബജീവിതത്തിൻ്റെ ധന്യതയ്ക്കായി പ്രാർത്ഥിക്കാം. ഇടവകയുടെ ആശംസകൾ അറിയിക്കുകയും ചെയ്യും. വ്യക്തിപരമായി എനിക്കും ഇന്ന് സന്തോഷകരമായൊരു ദിവസമാണ്. എനിക്ക് ഈ ഭൂമിയിൽ ജീവിപ്പാനായി ദൈവം ഒരു വർഷം കൂടെ നീട്ടിത്തന്നതിൻ്റെ പ്രത്യേക ദിനം. ആ ദിവസത്തിൽ ദൈവാലയത്തിലായിരിക്കാൻ ഇടയാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഞങ്ങളെയൊക്കെയും ഓർക്കുന്നത് ഏറ്റവും സന്തോഷകരമായിരിക്കും. ദൈവം നിർത്തിയിരിക്കുന്നു, അതുകൊണ്ട് നിലനിൽക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഒരു വചനത്തിൻ്റെ ധ്യാനത്തിനായിട്ട് നാം ഒരുങ്ങുകയാണ്. ഇന്ന് സഭയുടെ ഐക്യം എന്നുള്ള വിഷയത്തെ സംബന്ധിച്ചാകുന്നു നാം ധ്യാനിക്കുവാനായി സഭാ പഞ്ചാംഗത്തിൽ നമുക്ക് നിർദ്ദേശം തന്നിരിക്കുന്നത്. ആ ഒരു ധ്യാന വിഷയത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് പ്രവേശിക്കാം. വിശ്വസ്തരായി ഞങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ, വിശ്വസ്തരായി ഞങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ ശക്തിയോടെന്നും നിന്നിടുവാൻ നിൻ കൃപ നൽകണമേ. ശക്തിയോടെന്നും നിന്നിടുവാൻ നിൻ കൃപ നൽകണമേ. ആത്മാവിൽ ജ്വലിച്ചു ഞങ്ങൾ ഉത്സാഹമുള്ളവരായി,
ആത്മാവിൽ ജ്വലിച്ചു ഞങ്ങൾ ഉത്സാഹമുള്ളവരായി നിർവ്യാജ സ്നേഹം കാത്തിടുവാൻ നിൻ കൃപ നൽകണമേ. നിർവ്യാജ സ്നേഹം കാത്തിടുവാൻ നിൻ കൃപ നൽകണമേ. പ്രിയപ്പെട്ട കർത്താവേ, നിന്റെ സ്നേഹത്തിൽ സഭയായിട്ട് ഞങ്ങളെ വിളിച്ച് ആക്കിയിരിക്കാൻ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ മഹത്തായ ഭാഗ്യത്തിന് ഓഹരിയും അവകാശവും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. ഒരു അപ്പവും ഒരു പാനപാത്രവും പങ്കുവയ്ക്കുവാനുള്ള ഭാഗ്യം തന്നിരിക്കുന്നു. കർത്താവേ, ഈ വലിയ പദവിയും നിയോഗവും ഗൗരവത്തോടെ കാണുവാൻ, ഞങ്ങൾ ക്രിസ്തീയ സ്നേഹത്തിൽ ബന്ധിക്കപ്പെട്ടവരായി നിലനിൽപ്പാൻ എല്ലാ കാലത്തിലും ഞങ്ങളെ സഹായിക്കുമാറാകണം. സഭയുടെ ഐക്യത്തെക്കുറിച്ച് ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ദിവസം തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. ക്രിസ്തീയ സമൂഹമായിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചിതറിപ്പാർക്കുന്ന എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളെയും ദൈവ കരുണയിലേക്ക് ചേർത്ത് നിർത്തി നിന്റെ അനുഗ്രഹങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകൾ ഈ കാലത്തെ അനുഗ്രഹത്തിന് തടസ്സമായി വരരുതേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ നന്മയ്ക്കായി ഞങ്ങളുടെ സാന്നിധ്യം മുഖാന്തരമായി ഭവിക്കണമേ. സോദോമിൻ്റെ രക്ഷയ്ക്ക് 10 നീതിമാന്മാരുടെ ജീവിതം മുഖാന്തരമായിരുന്നേനേം എന്നതുപോലെ ഈ ലോകത്തിൻ്റെ നന്മയ്ക്കായി ക്രിസ്തീയ സഭയുടെ സാന്നിധ്യം നിലനിൽക്കുവാനും അവിടുത്തെ സന്നിധിയിൽ യോഗ്യമായി കരുതപ്പെടുവാനും ഇടയാക്കുമാറാകണം. തിരുസാന്നിധ്യം ഈ വചന വഴിയിൽ ഞങ്ങളോട് കൂടെയിരിക്കണം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി ഏവൻഗേലിയോൻ വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ആധാരമാകുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന എന്ന് അറിയപ്പെടുന്ന ഒരു വേദഭാഗമാണ് ഇത്. തന്നിൽ വിശ്വസിക്കുന്നവർക്കും ഇനിയും തന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്കും വേണ്ടി കർത്താവ് പിതാവായ ദൈവത്തിന് മുൻപാകെ പ്രാർത്ഥിക്കുന്ന വാക്കുകൾ. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് മുൻപാകെ നമുക്കുള്ള ഏക മധ്യസ്ഥനാകുന്നു എന്ന് 1 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ഓർമ്മപ്പെടുത്തുന്നു. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവനത്ര. അവൻ നമുക്കായി പിതാവിൻ്റെ സന്നിധിയിൽ യാചന കഴിക്കുന്നു. ഇത് വളരെ സന്തോഷകരമായ, നമുക്ക് സമാധാനം നൽകുന്നതായ ഒരു ചിന്തയാകും. ലോകത്തിൻ്റെ അനുഭവങ്ങൾ എത്രത്തോളം വികൃതമായി നമുക്ക് അനുഭവപ്പെട്ടാലും അപ്പോഴൊക്കെയും ശ്രദ്ധാപൂർവം നമുക്ക് വേണ്ടി ഉന്നതനായ ദൈവത്തിന് മുൻപാകെ കാര്യങ്ങൾ പറയുവാൻ നമുക്ക് ഒരുവൻ ഉണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുവൻ ഉണ്ട് എന്നുള്ളത് ഈ കാലത്ത് പ്രത്യേകം നമുക്കൊരു ധൈര്യം ആയിരിക്കട്ടെ. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഭയവും നിരാശയും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ ബാധിക്കുവാൻ സാധ്യതയുള്ളപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ പിതാവിൻ്റെ സന്നിധിയിൽ തക്ക സമയത്ത് അറിയിപ്പാൻ തക്കവണ്ണം നമുക്കൊരുവൻ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ധൈര്യവും പ്രത്യാശയും ആയിരിക്കട്ടെ. അതോടൊപ്പം തന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരുവൻ ഉണ്ട് എന്നുള്ള ധൈര്യം നമ്മെ, ആ ഒരു ചിന്ത നമ്മെ എത്രത്തോളം ധൈര്യപ്പെടുത്തുന്നു എന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ വിശ്വാസ സമൂഹത്തിലും നമ്മുടെ ചുറ്റിനുമുള്ള ഇതര വിശ്വാസത്തിൽപ്പെട്ടവരുമായ ആളുകൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ നമുക്ക് നിയോഗമുണ്ട് എന്നുള്ളത് പ്രത്യേകം മറന്നു പോകാതെ ഓർക്കണം. ഞാൻ എപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയോടനുബന്ധിച്ച് ഓർപ്പിക്കുവാൻ ശ്രമിക്കുന്നത്
ഇത് നമുക്കായി ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു പദവിയാണ്. ലോകത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ മുൻപാകെ അറിയിക്കുവാൻ നിന്നെ ഞാൻ പ്രത്യേകം നിയോഗിക്കുന്നു എന്ന് ദൈവം നമ്മോട് പറയുമ്പോൾ അത് എത്രത്തോളം വലിയൊരു പദവിയാണ് എന്നുള്ളത് ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ നാളുകളിലും എല്ലാ നാളുകളിലും നമ്മുടെ ചുറ്റിനുമുള്ള ആവശ്യത്തിലിരിക്കുന്നവരെ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഉയർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് എന്നുള്ളത് നാം മറന്നു പോകാതെ ഓർക്കേണ്ടുന്ന വസ്തുതയാകും. മധ്യസ്ഥത ചെയ്യുന്നതിൽ നമുക്കും വലിയ ഒരു റോൾ ഉണ്ട്. കർത്താവിൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന, ഇതിൻ്റെ ഏറ്റവും കാതലായ സംഗതി എന്നത് ഐക്യം എന്നുള്ളതാണെന്ന് നിങ്ങൾ വായിച്ചപ്പോൾ ശ്രദ്ധിച്ചു കാണും. ഒന്നായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ആവർത്തിച്ച് കർത്താവ് പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തന്നിൽ വിശ്വസിക്കുന്നവരും ഇനിയും തന്നിൽ വിശ്വസിപ്പാൻ ഇരിക്കുന്നവരുമായ എല്ലാവരും, സഭ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നവർ, സ്നേഹത്താൽ പ്രേരിതമായ ഐക്യതയിൽ വർദ്ധിച്ചു വരുന്ന ഒരു കൂട്ടായ്മയായിരിക്കണം എന്ന് കർത്താവ് ഈ സഭയെക്കുറിച്ച് മുൻകൂട്ടി കണ്ടിരുന്നു, സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എന്നാൽ കർത്താവിൻ്റെ കാലത്ത് തന്നെ തന്നിൽ വിശ്വസിച്ചിരുന്നതായ ശിഷ്യന്മാരുടെ ഇടയിൽ ഭിന്നതയും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നാം അറിയുന്നതായ വസ്തുതയാണ്. രണ്ടു മനുഷ്യർ ചേർന്നിരിക്കുമ്പോൾ രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നത് സ്വാഭാവികം. ആ രണ്ട് അഭിപ്രായങ്ങൾക്കും വിട്ടുവീഴ്ച മനോഭാവം കാണിച്ചില്ല എങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ആദിമസഭയിൽ ഇത്തരത്തിലുള്ള തർക്ക വിഷയങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവിടെയൊക്കെയും സഭാ സുനഹദോസുകൾ ചേർന്ന് വരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വേദപുസ്തകത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന യെരുശലേം കൗൺസിൽ, അത് സഭയിൽ ആവിർഭവിച്ചതായ ഒരു തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ തർക്കം എങ്ങനെ പരിഹരിക്കുവാൻ സാധിക്കുമെന്നുള്ള ഒരു അന്വേഷണത്തിലൂടെയാണ് യെരുശലേം കൗൺസിൽ എന്ന അപ്പോസ്തലന്മാരും വിശ്വാസികളും ഒരുമിച്ച് ചേർന്നിരുന്ന ആ ഒരു വലിയ കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത്. നാം നമ്മുടെ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥനകളിൽ ഓർക്കുന്ന മറ്റ് 3 സുനഹദോസുകളും കൂടെ ഉണ്ടല്ലോ നമ്മുടെ സഭാ പാരമ്പര്യത്തിൽ നാം അനുവർത്തിക്കുന്നത്. നിഖ്യായിലും കുസ്തന്തിനോസ് പോലീസിലും എഫെസോസിലും ഉണ്ടായ സുനഹദോസുകളെയും ഞങ്ങൾ ഓർക്കുന്നു എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ആ വിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മയിൽ അവരുടെ ഉപദേശങ്ങളുടെ പിന്നടിയിൽ നടപ്പാൻ ഞങ്ങളെയും സഹായിക്കണമേ എന്ന് നാം പറയുമ്പോൾ അവിടെയും ഈ സുനഹദോസുകളും സഭയിൽ ഐക്യമുണ്ടാകുവാൻ തക്കവണ്ണം രൂപപ്പെടുത്തിയതായ കൂട്ടായ്മ സമൂഹങ്ങളായിരുന്നു എന്നുള്ളത് നാം സഭാചരിത്രം മനസ്സിലാക്കുന്നവർ എന്നുള്ള നിലയിൽ ഓർക്കേണ്ടുന്നതായ വസ്തുതയാകുന്നു. എന്നാൽ കാലക്രമത്തിൽ സഭയിൽ പലയിടങ്ങളിലായിട്ട് വിഭിന്നമായ അഭിപ്രായങ്ങൾ വരികയും അവിടെയായിട്ട് വേർതിരിവുകളും വ്യതിരിക്തതകളും രൂപപ്പെടുകയും ഇന്ന് കാണുന്നത് പോലെ സഭ പല വിഭാഗങ്ങളായി വേർതിരിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമാകുന്നു. എന്നാൽ അത്ഭുതപ്പെടേണ്ട കാര്യം ഇല്ല. എന്തുകൊണ്ടെന്നാൽ കർത്താവ് സഭയെ വിഭാവനം ചെയ്തപ്പോൾ ഇതും മുൻകൂട്ടി കണ്ടിരുന്നു എന്നതാണല്ലോ ഈ പ്രാർത്ഥന വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. മനുഷ്യർ ഒരുമിച്ച് ചേർന്ന് വരുമ്പോൾ അവിടെ ചിലപ്പോഴെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുവാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ കർത്താവ്, മനുഷ്യന്റെ ബലഹീനതകളെ മനസ്സിലാക്കിയ കർത്താവ്, അവൻ പ്രാർത്ഥിക്കുകയാണ്, അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴും പിതാവേ, ഇവർ ഒന്നാകുവാൻ തക്കവണ്ണം അവരെ സഹായിക്കണമേ. ഇവിടെയാണ് സഭയുടെ ഐക്യം എന്നുള്ള വിഷയത്തിന്റെ പ്രസക്തി രൂപപ്പെടുന്നത്. നാം പല ദേശങ്ങളിൽ പല വിഭാഗങ്ങളിലായിട്ട് വ്യതിരിക്തമായിട്ട് നിൽക്കുന്നതായ ഈ കാലഘട്ടത്തിലും സഭയുടെ ഐക്യം നമ്മുടെ വലിയ സ്വപ്നമായിരിക്കണം. സഭകൾ ഒന്നാകുന്നതിനെ നാം സ്വപ്നം കാണുന്നവരായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ 2 കാരണങ്ങളാണ് ഈ വേദഭാഗത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്.
Why did Jesus view unity as integral to his church? കർത്താവിൻ്റെ സഭയിൽ ഐക്യത ഉണ്ടാകണം. ഐക്യത അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു മൂല്യമായിരിക്കണം എന്ന് കർത്താവ് ചിന്തിക്കുവാൻ എന്താണ് കാരണം? 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് എന്ന് തുടരുന്നതായ വാക്യം. എന്തിനാണ് നാം ഒന്നായിരിക്കേണ്ടുന്നത്? Our unity reveals that Jesus is the Messiah, the one who is sent. അയക്കപ്പെട്ടവൻ യേശു ആകുന്നു എന്ന് ലോകം തിരിച്ചറിയണമെങ്കിൽ നാം ഐക്യതയിൽ നിന്ന് പ്രഘോഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഞാൻ ഇതിൻ്റെ പ്രാരംഭത്തിൽ പാടിയതായ പാട്ട്: വിശ്വസ്തരായി ഞങ്ങൾ സുവിശേഷ ഘോഷണത്തിൽ ശക്തിയോടെന്നും നിന്നിടുവാൻ നിൻ കൃപ നൽകണമേ എന്ന് പാടിയായിരുന്നു. വളരെ മനോഹരമായ ഒരു പാട്ടാണ്. എ പാപ്പച്ചൻ എന്ന് പറയുന്ന ഒരു സ്നേഹിതൻ, മാന്യ അദ്ദേഹം എഴുതിയതായ പാട്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളല്ലല്ലോ, വിശുദ്ധ വചനത്തിൽ നിന്നുള്ളതായ വാക്കുകൾ തന്നെയാകുന്നു. സഭ സുവിശേഷത്തിൻ്റെ ഘോഷണത്തിനായി വിളിക്കപ്പെട്ട സമൂഹമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയാകുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ വചനം. സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മെ വിളിച്ചവന്റെ സദ്ഗുണങ്ങൾ സുവിശേഷം ഘോഷിക്കുവാനായിട്ടാണ്. സുവിശേഷം ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ മിശിഹായെ വെളിപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അയക്കപ്പെട്ടവൻ യേശു കർത്താവാകുന്നു എന്ന് ലോകത്തിന്റെ മുൻപിൽ സാക്ഷിക്കുന്നതിനെയാണ് സുവിശേഷ ഘോഷണം എന്ന് പറയുന്നത്. അത് നടക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെ ഐക്യത വളരെ അനിവാര്യമാണ്. രണ്ടാമതായിട്ട് എന്തുകൊണ്ട് ഐക്യത വേണം എന്ന് ചോദിച്ചാൽ, ഈ വാക്യങ്ങളിൽ 23-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ അവരും ഒന്നാകണം. എന്തിനാണ്? യൂണിറ്റി റിവീൽസ് ദാറ്റ് ഡിവൈൻ ലവ് ഈസ് റിയൽ. ക്രിസ്തീയ മതത്തിൻ്റെയും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും കാതലായ പ്രസംഗ വിഷയം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നതാണ്, അല്ലേ? നമ്മൾ പറയുന്നത് ദൈവം സ്നേഹിക്കുന്നു, സ്നേഹവാനായ ഒരു ദൈവമുണ്ട് എന്നാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും ക്രക്സായിട്ടുള്ളതായ സന്ദേശം. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. അത് കേവലം വാചാടോപമായിരിക്കാതിരിപ്പാൻ എന്തു വേണം? നാം ഐക്യതയിൽ നിൽക്കേണ്ടുന്നത് അത്യാവശ്യം. നാം ഒരുമിച്ച് നിൽക്കാതെ ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞാൽ അത് കേവലം വാചക കസർത്ത് മാത്രമായിരിക്കും. ആരുടെയും ജീവിതത്തിൽ അതുകൊണ്ട് ഒരു സ്വാധീനവും ഉണ്ടാകുവാൻ പോകുന്നില്ല. സഭയുടെ ഉള്ളിലും സഭകൾ തമ്മിലും സഭയും ലോകവും തമ്മിലും ഐക്യതയുടെ മനോഭാവങ്ങൾ രൂപപ്പെടാത്തിടത്തോളം കാലം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നാം പറയുന്ന വാക്കുകളൊക്കെയും പൊള്ളയായിരിക്കും. നാം ചർച്ച ചെയ്യുന്ന വിഷയം എത്ര ഗൗരവമുള്ളതാണ് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ വാക്കുകൾ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിനെ സാക്ഷിക്കുവാനാണ്. വിളിച്ച ആ അടിസ്ഥാന കാര്യം നടക്കണമെങ്കിൽ അടിസ്ഥാനപരമായി നമ്മിൽ കാണേണ്ടുന്ന ഒരു ഗുണമാകുന്നു ഐക്യത എന്നുള്ളത്. ആ കാര്യം നമ്മൾ ഇല്ല എങ്കിൽ പിന്നെ നാം വിളിച്ച ഉദ്ദേശം യാതൊരു വിധത്തിലും നടക്കുകയില്ല. ഒരു എക്സിസ്റ്റൻഷ്യൽ ഇഷ്യൂ ആണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഐക്യത എന്നുള്ളത്. നമുക്ക് ഈ വിഷയം എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും? സഭയിൽ ഐക്യത ഉണ്ടാകാതെ ഇരിക്കുക എന്നുള്ളത് പൈശാചികമായ വലിയ ഒരു ആഗ്രഹം. പിശാചിന്റെ ഏറ്റവും വലിയ ഭയവും
അവൻ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ കാര്യം സഭയിലെ ഐക്യതയാകും. മനുഷ്യർ ഒന്നു ചേർന്ന് നിന്നാൽ, ദൈവനാമത്തിൽ അവർ ഒരുമിച്ച് വരുമ്പോൾ അവന്റെ പ്രവർത്തനങ്ങൾക്കുള്ള സാധ്യതകൾ മങ്ങും എന്ന് പൈശാചികന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ പിശാച് എല്ലായ്പ്പോഴും സഭയുടെ ഐക്യത തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ കേവലം ഒരു സഭയെക്കുറിച്ചല്ല പറയുന്നത്. ലോകമെങ്ങുമുള്ള വിശുദ്ധ സഭ, അതിനെയാണല്ലോ നാം കാതോലിക സഭ എന്ന് വിളിക്കുന്നത്. ഇന്ന സഭ എന്നുള്ള അർത്ഥത്തിലല്ല. കർത്താവിൻ്റെ നാമത്തിൽ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ, ലോകമെമ്പാടും വ്യാപിച്ചു നിൽക്കുന്നതായ സഭകൾ, അവരുടെ മധ്യത്തിൽ അനൈക്യം രൂപപ്പെടുമ്പോൾ കർത്താവിനെ കുറിച്ചുള്ള സാക്ഷ്യത്തിൽ അവർ പിന്നോക്കം പോവുകയും അനേകർ ഈ നാളുകളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നതിൽ നിന്നും അവർ മാറിപ്പോകുവാൻ്റെ കോണം മുഖാന്തരമായി ഭവിക്കുകയും ചെയ്യും എന്നുള്ളത് നാം മറന്നു പോകരുത്. Disunity disrupts the witness of the church and dissuades many from continuing in the church. ഇന്ന് സഭയോട് ചേർന്ന് നിൽപ്പാൻ ചിലർക്കെങ്കിലും വൈമുഖ്യമുണ്ട് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണവും സഭയ്ക്കുള്ളിലെ അന്യോന്യമുള്ള പടലപിണക്കങ്ങളും അനൈക്യവും സഭകൾ തമ്മിലുള്ളതായ സംഘർഷങ്ങളുമാകുന്നു എന്നുള്ളത് ഓർക്കാതെ പറയാതെ വയ്യ. നമ്മുടെ ഉള്ളിലേക്ക് നോക്കുന്ന സന്ദർഭങ്ങളാകുന്നു വചന ധ്യാനത്തിൻ്റെ നിമിഷങ്ങൾ. അതുകൊണ്ട് തന്നെ ജനമെന്നുള്ള നിലയിൽ, പട്ടക്കാരെന്നുള്ള നിലയിൽ, മേൽപ്പട്ടക്കാരെന്നുള്ള നിലയിൽ നാം വളരെ ജാഗ്രതയോടെ നോക്കേണ്ടുന്നതായ ഒരു വിഷയം, ഒരിക്കലും പ്രസക്തി നഷ്ടപ്പെട്ടു പോകാത്ത ഒരു വിഷയം, സഭയുടെ ഐക്യത്തിനു വേണ്ടിയുള്ള ആഗ്രഹം. ഇത് മാനുഷികമായി സാധ്യമല്ല എന്നുള്ളത് നമുക്ക് അറിയാം. കർത്താവിന് അത് അറിയാവും എന്നുള്ളത് കൊണ്ടായിരുന്നല്ലോ തൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം തൻ്റെ ആത്മാവിനെ ലോകത്തിൽ അവൻ നൽകിയത്. പരിശുദ്ധാത്മ നിയോഗം സകല ഭിന്നതകളെയും നീക്കിക്കളയുവാൻ്റെ കോണം ശക്തമാണ്. ജഡീക പ്രവൃത്തിയാണ് ഭിന്നത, ജഡത്തിൻ്റെ ഫലമോ എന്ന് തുടങ്ങുന്നതായ വാക്യത്തിൽ പറയുന്നു. ഭിന്നതയും അത്തരത്തിലുള്ളതായ ഒരു പ്രവൃത്തിയാണ്. എന്നാൽ ആത്മാവിൻ്റെ ഫലം സ്നേഹം എന്നുള്ളതും സന്തോഷം എന്നുള്ളതും ഐക്യത എന്നുള്ളതുമൊക്കെ ആകുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഐക്യത സാധ്യമാകുന്നത്? എല്ലാ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഒരു നേതാവിൻ്റെ കീഴിൽ, ഒരു കൊടക്കീഴിൽ അണിചേരുക എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഐക്യത എന്ന് പറയുന്നത് ഇസ് ഇറ്റ് യൂണിഫോമിറ്റി, ഒരുപോലെയാകുന്നതാണോ? എല്ലാവരും ഒരേപോലെ തമ്മിൽ സഹിച്ചങ്ങ് കഴിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ്? ടോളറേറ്റ് ചെയ്യുക എന്നൊരു വാക്ക് ചിലരെങ്കിലും ഉപയോഗിക്കാറുണ്ട്. കഷ്ടമുണ്ടെങ്കിലും പ്രയാസമാണെങ്കിലും വഴക്കാണെങ്കിലും അങ്ങ് സഹിച്ച് കടിച്ചു പിടിച്ച് അങ്ങ് നിൽക്കുക, അതാണോ ഐക്യത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും കൂടെ ഒരു പള്ളിയിൽ ഒരു പേരിൽ അറിയപ്പെടുന്നതിനെയാണോ ഐക്യത എന്ന് പറയുന്നത്? ഓർഗാനിക് യൂണിറ്റി എന്നൊക്കെ അതിന് പറയുന്നത്, അതാണോ ഐക്യത എന്ന് പറയുന്നത്? എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം തൃത്വമായവൻ വ്യത്യസ്തതകളുള്ളവൻ, മൂന്നിൽ ഒന്നും ഒന്നിൽ മൂന്നുമായിരിക്കുന്നതായ തൃത്വ രഹസ്യം വ്യതിരിക്തതയുള്ളതാണ്, അതേസമയം തന്നെ ഒന്നായിരിക്കുന്നതാണ്. ലോകത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ പലതരത്തിലുള്ള ജീവനെ ഞാൻ കാണുന്നു. മനുഷ്യരുണ്ട്, മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, ചെടികളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാകുന്നു എന്നും ഞാൻ മനസ്സിലാക്കുന്നു. വൈവിധ്യങ്ങളെ ആദരിക്കുന്നവനാണ് ദൈവം, വൈവിധ്യങ്ങളെ സൃഷ്ടിച്ചവനാണ് ദൈവം, വൈവിധ്യത്തിൻ്റെ സൗന്ദര്യത്തെ മനസ്സിലാക്കിയവനാണ് ദൈവം. ആ ദൈവം സഭയുടെ വൈവിധ്യത്തെയും അംഗീകരിക്കുന്നവനാണ്. എന്നാൽ സഭയിൽ അന്യോന്യമുള്ള ബന്ധങ്ങൾ സ്നേഹത്തിൻ്റെ ഊഷ്മളതയിൽ നിലനിൽക്കണം എന്ന് ദൈവം എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് സഭകൾ തമ്മിലുള്ളതായ ബന്ധത്തിൽ
അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ വ്യത്യസ്തതകൾ കണ്ടെത്തി പെരുപ്പിക്കുക എന്നതിനപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ കോമണാലിറ്റീസ്, സാമ്യതകൾ, ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന വിശ്വാസങ്ങൾ, ചേർന്ന് നിൽക്കുവാൻ കഴിയുന്ന പാരമ്പര്യങ്ങൾ, ഇവയുടെ അടിസ്ഥാനത്തിൽ പരസ്പരമുള്ള ബന്ധത്തെ ഊഷ്മളമാക്കുവാൻ സഭകൾ ശ്രദ്ധിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നിടത്തോളം ദുഷിക്കപ്പെടുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, വിവിധ സഭാവിഭാഗങ്ങളിൽപ്പെട്ടതായ ക്രൈസ്തവ സമൂഹങ്ങൾ നാം എല്ലാവരും പരസ്പര ഭിന്നതയിൽ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്നുള്ളത് നാം എല്ലാവരും ഓർക്കേണ്ടുന്നതായ ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ആബാലവൃദ്ധം സഭാംഗങ്ങളായിരിക്കുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്വമാകുന്നു ദൈവനാമം മഹത്വം എടുക്കത്തക്കവണ്ണം നാം എല്ലാവരും ചേർന്ന് പോകുന്ന ഒരു സമീപനം, നാം എല്ലാവരും കൂടെ ഒരുമിച്ച് വരുന്നതായ ഐക്യതയുടെ ഒരു മനോഹര രൂപം സഭയുടെ പേരിൽ, സഭയുടെ ഉള്ളിൽ, ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത് ഇത് അത്യന്താപേക്ഷിതമായ ഒരു കാര്യം. ദൈവ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. ഐക്യതയിൽ തികഞ്ഞവരായി നിൽക്കേണ്ടവരാണ് സഭ. കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആ വിഷയം തന്നെ ആയിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. സഭയുടെ ആരംഭം മുതൽ ഇന്നുവരെയും ഏതെങ്കിലും വിഷയങ്ങൾ കർത്താവ് മാറ്റമില്ലാതെ പിതാവിൻ്റെ സന്നിധിയിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് ഐക്യതയുടെ പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ട് നമുക്കും കർത്താവിനോട് ചേർന്ന് അതേ മനസ്സോടെ പ്രാർത്ഥിക്കാം. പിതാവേ, നീ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ എൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും എന്ന് കർത്താവ് പറഞ്ഞ് നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ നാമത്തിൻ്റെ പേരിൽ അവരെല്ലാവരും ഒരുമിച്ചായിരിക്കണമെന്ന് കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ലോകത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾ ഐക്യതയോടെ നിൽപ്പാൻ, ഞങ്ങളെ വിളിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അതിലൂടെ ഭംഗിയായി നിർവഹിപ്പാൻ തക്കവണ്ണം ഞങ്ങൾ സാഹോദര്യ ബന്ധം പുലർത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അടിസ്ഥാനപരമായി വേണ്ടുന്നത് സ്നേഹമാണ്. സ്നേഹമില്ല എങ്കിൽ നമ്മൾ മുഴങ്ങുന്ന ചെമ്പ്, ചിലമ്പുന്ന കൈത്താളം, അതിനപ്പുറം നമുക്ക് യാതൊരു പ്രസക്തിയുമില്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ അന്യോന്യം കരുതുവാൻ, ചേർന്നിരിപ്പാൻ, ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് മുഖാന്തരമായി തീരുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗങ്ങൾക്ക് വിധേയരാകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ചോദിച്ച ഒരു വാക്ക് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാം. സഭകളുടെ നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ വിശുദ്ധ ദിവസത്തിൻ്റെ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഈ വിശുദ്ധ ദിവസം വിശുദ്ധിയോടെ അങ്ങയുടെ ആലയത്തിൽ വരുവാൻ വിവിധ സാങ്കേതിക വിദ്യ കൊണ്ട് ഞങ്ങൾക്ക് പല ഭവനങ്ങളിൽ ഞങ്ങൾക്ക് ഈ വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കുവാൻ ഞങ്ങൾക്ക് നൽകുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ലോകം മൊത്തവും ഒരു പ്രതിസന്ധിയിൽ ആയിരിക്കുമ്പോൾ, കൊറോണ വൈറസിൻ്റെ വ്യാപനം അതിതീവ്രമായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്തും ഞങ്ങൾക്ക് ഇപ്രകാരം ഞങ്ങളുടെ ഭവനങ്ങളെ ദേവാലയമാക്കുവാൻ, അങ്ങേ ആരാധിക്കുവാൻ, പാടി മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് നൽകുന്ന മുഖാന്തരങ്ങൾക്കായിട്ട് നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. ഇന്നത്തെ ആരാധനയിലൊക്കെ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധം, ആ പിതാവ് ഞങ്ങളെയും സ്നേഹിക്കുന്നു എന്നുള്ള ബോധ്യത്തോടു കൂടി ഐക്യതയോടു കൂടി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇടയാക്കണമേ. ആ തൃത്വത്തിൻ്റെ അനുഭവം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കാണുവാൻ, ആ അനുഭവത്തിലായിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് സഭയായിട്ട് ഐക്യദിനമായിട്ട് കൊണ്ടാടുന്ന ഈ സമയത്ത് സഭകൾ തമ്മിലുള്ള ഐക്യബന്ധം, സ്നേഹം, കരുതൽ എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ വ്യാപരിച്ച് ദൈവകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. വന്നുകൂടിയിരിക്കുന്ന ജനങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ഇടവയ്ക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. നേർനിൽക്കുന്ന അച്ഛനെ കുടുംബമായിട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. ഇന്നത്തെ ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. എല്ലാ നന്മകളാലും ഞങ്ങളെ ഓരോരുത്തരെയും മടക്കി അയക്കണമേ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേട്ടുത്തരമുള്ളമാറാകണമേ. ആമേൻ. എല്ലാവർക്കും എഴുന്നേൽക്കാം.
ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹായേ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, ഞങ്ങളുടെ സഹായത്തിന് നീ വന്ന് എന്നേക്കും ഞങ്ങളെ വിശുദ്ധരാക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് രമ്യവും ഞങ്ങളുടെ നമസ്കാരം നിനക്ക് പ്രസാദകരവും ഞങ്ങളുടെ അപേക്ഷ നിനക്ക് സ്വീകാര്യവും ഞങ്ങളുടെ പ്രാർത്ഥന നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും വന്ന് ആവസിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനം ദൈവത്തെയും അവന്റെ പുത്രനും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാരൂഹായുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നിങ്ങളോടുകൂടെയും നിങ്ങളുടെ ഇടയിലും ഉണ്ടായിരുന്ന സകല ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുമറച്ച് സകല നന്മകൾക്കും നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകട്ടെ. Doxology number 7. യേശുവിൻ കൃപാകടാക്ഷം മാപിതാവിൻ സ്നേഹവും ദൈവ ആത്മാവിൻ സംസർഗം ദൈവജനമേ, സമാധാനത്താലെ പാർക്കാം. കർത്താവിന്റെ സ്ലീബ നിങ്ങൾക്ക് പോക്കലും വരവിലും നിങ്ങളുടെ ഇടങ്ങളിലും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ ജീവിതങ്ങളിലൂടെ മഹത്വം എടുക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവങ്ങൾ നിങ്ങളെ കാത്ത് അനുഗ്രഹിക്കും.